കുട്ടനാടുള്ള ഒരു ഹോട്ടലിൻ്റെ പേരാണ് ന്യൂയോർക്ക് സിറ്റി. അതായത് ഒരു ഡിഫറൻറ്റ് പേരായിട്ട് തോന്നി. അപ്പം ഞങ്ങളൊരു വൈകിട്ടാണ് അവിടെ പോയത്. കാരണം വെച്ചാൽ കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഹട്ടായിട്ട് തിരിച്ചിട്ടുള്ള റൂംസാണ്. അതായത് ഒരു 5 പേർക്ക് അല്ലെങ്കിൽ ഒരു 10 പേർക്ക് അങ്ങനെ ഇരിക്കാൻ രീതിയിലുള്ളതിലാണ് അവരങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഒന്നീ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകണം, അല്ലെങ്കിൽ ഒരു വൈകിട്ടൊക്കെ പോയാൽ നല്ലൊരു ഭംഗിയായിരിക്കും. നമുക്ക് രാവിലെ കായൽ തീരുവാണിത്, ഇപ്പോൾ സൂര്യോദയമൊക്കെ കാണാനും ഒക്കെ നല്ല രസമായിരിക്കും. പക്ഷേ ഞങ്ങൾ പോയി കുറച്ച് ലേറ്റായിപ്പോയി. കാരണം വേറെ കുറച്ചൊക്കെ സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ടായിപ്പോയി. രാത്രിയായി. കണ്ടോ, ചുറ്റും വെള്ളമാണ്. അത് ഈ കായലിന് ഏകദേശം നടുക്കായിട്ടാണ് ഇത് വരുന്നത്. ചുറ്റും ഇങ്ങനെ വെള്ളം, ഫ്രണ്ടിലും സൈഡിലും ബാക്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കായലാണ്. വേണ്ട, ഇതുപോലെ ഇങ്ങനെ തിരിച്ചിരിക്കുന്ന ഓരോ ചെറിയതായിട്ട് അവർ തിരിച്ചിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഞങ്ങൾ രാത്രിയാണെങ്കിൽ നമ്മൾ സാരമില്ല, ഞങ്ങൾ ആസ്വദിച്ചെന്ന് പറയാം. പക്ഷേ ആ പകൽ കിട്ടുന്ന ആ ഒരു എന്താ പറയുന്ന ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റിയില്ലെന്ന് പറയുന്നത് വാസ്തവമാണ്. കാരണം രാത്രിയായിട്ട് തവളയും അങ്ങനെയുള്ള ചെറിയ ജീവികളുടെയൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാത്രം ആസ്വദിക്കാൻ പറ്റുള്ളൂ. എന്നാലും നല്ല രസമായിരുന്നു. രാത്രിയായാലും കാണാനും ഒക്കെ നല്ല ഭംഗിയായിരുന്നു. കണ്ടോ, വെള്ളം നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ചുറ്റും വെള്ളമാണ്. കണ്ടോ, കായലാണിത്. പക്ഷേ ആ ഒരു അറ്റ്മോസ്ഫിയറിലും ഫുഡ് കഴിക്കാൻ ഞങ്ങൾ നല്ല ആസ്വദിച്ച് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനൊക്കെ രസമുണ്ടായിരുന്നു. അവിടെ ഫുഡെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെള്ളയപ്പം ഓർഡർ ചെയ്തു. വെള്ളയപ്പം, കള്ളപ്പം, പിന്നെ പൊറോട്ട, മീൻകറി. ഇതെന്ന് പറയുന്നത് ബീഫാണ്. പിന്നെ പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റ് കേട്ടോ. കാരണം ഇതാണ്ട മീനുണ്ട്. മീനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതെടുക്കാൻ തന്നെ എടുത്ത് കഴിക്കാൻ നല്ല സോഫ്റ്റ്. അതിൻ്റെ പിന്നെ മീൻകറി ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. കാരണം ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ടൊന്ന് വിളിച്ച് പറഞ്ഞു കേട്ടോ. ഞങ്ങളൊന്ന് പരിചയമുള്ളതുകൊണ്ടൊന്ന് താമസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കരുതി വെച്ചിരുന്നു. പിന്നെ എല്ലാ മീനും കിട്ടും കേട്ടോ. കായൽ മീൻ കിട്ടും, കൊഞ്ച് കിട്ടും, ഞണ്ട് കിട്ടും, കായൽ. അതൊക്കെ നമ്മൾ പറഞ്ഞ് ശരിയാക്കി തരുന്ന ഇതൊരു വേറൊരു വെറൈറ്റി മീനാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോവുക. നിങ്ങൾക്ക് നെറ്റിലൊക്കെ അടിച്ചാൽ കിട്ടും. ഓക്കെ, താങ്ക് യു.